വന്നിട്ടുള്ളത് കേടായ ഫ്യൂസായി പോയ ഒരു ബൾബ് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളത് ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇങ്ങനെ ട്രെൻഡിങ് ആണ് ഇത് വെച്ചിട്ട് മഷ്റൂം, അതായത് കേടായ ബൾബ് കൊണ്ട് മഷ്റൂം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോ അല്ല എന്തായാലും. ഇത് വെച്ചിട്ട് നമ്മളൊരു വേറൊരു ക്രാഫ്റ്റ് ഒരു ഡെക്കോറായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഇത് മുഴുവനായിട്ട് ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു അടിഭാഗം നമുക്ക് ആവശ്യമില്ല, ഈ ഒരു സംഭവമാണ് നമുക്ക് ആവശ്യം. എന്തായാലും നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ആമേനെയാണ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആമേൻ്റെ കുറച്ച് ബോഡി പാർട്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലേ ആണ് ആവശ്യം. അപ്പോൾ ഞാൻ മോൾഡിറ്റിൻ്റെ ഡ്രൈ ക്ലേ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് നമുക്ക് ജസ്റ്റ് അത് ഒരു പാക്കറ്റിൽ ഇതുപോലെ 2 പാക്കറ്റ് ഉണ്ടാവും. അതിൽ വൈറ്റ് ക്ലേ ഉണ്ടാവും, പിന്നെ ഈ ഒരു ഗ്രേ കളർ ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മളിത് ഇതിനെ കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഇതേപോലെ ആ വൈറ്റും ആ ഒരു ഗ്രേ കളറുള്ളത് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുഴച്ച് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ പശുവൊക്കെ കരയുന്നുണ്ട്. അപ്പം ഞാനത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ നോക്കിയാലും നടക്കില്ല കേട്ടോ. അപ്പം നമ്മളിത് നല്ല രീതിയിൽ കുഴച്ച് കൊടുത്തിട്ട് നല്ല ആ ഒരു ഹാർഡ്നെസ് കിട്ടണം. അപ്പോൾ അത് ഒന്ന് സോഫ്റ്റാണ്, ഒരു ക്ലേ ഒന്ന് കുറച്ച് ഹാർഡാണ്. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം സൈസിലാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ കുഴച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ബൾബിൻ്റെ ഈ ഒരു മേലത്തെ പോർഷൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വാല്, അതേപോലെ തന്നെ കൈ, കാല് അതൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇതൊക്കെ ഉരുട്ടി ചെറിയ ഷേപ്പുകളാക്കി എടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ആ ഒരു റൗണ്ടിൽ ഇങ്ങനെ റൗണ്ടായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നീളത്തിലുള്ളൊരു ഷേപ്പ് നമുക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ എടുക്കുന്ന ടൈമിൽ ഇതേപോലെ ഒരു വേറെ ഷേപ്പിലൊക്കെ ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ ഇത് ഏറ്റവും അടിഭാഗത്തുണ്ടല്ലോ, അതായത് അടിയിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഉരുട്ടിയിട്ട് തന്നെ എടുക്കാൻ കേട്ടോ. എന്നാലും നമുക്കത് ഒരു ഇതിൽ കിട്ടും. പിന്നെ ഞാനിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെബിക്കോൾ ഉപയോഗിച്ചില്ല. അത് ഭയങ്കര വലിയൊരു ഫോൾട്ടായിട്ട് എനിക്ക് തോന്നി. കാരണം ഫെബിക്കോൾ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഒട്ടിയിട്ടുണ്ടായിരുന്നു, ഒട്ടാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ഇളകിപ്പോരുന്ന ടൈമിൽ, അതായത് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അത് ഇളകിപ്പോരുന്നുണ്ടായിരുന്നു. അതേസമയം നമ്മൾ ഫെബിക്കോൾ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താൽ അത് ഇളകൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ഫെബിക്കോൾ ഉപയോഗിച്ചിട്ട് അത് ഒട്ടിച്ചിട്ട് അതാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആമേൻ്റെ തലയാണ് കേട്ടോ. അപ്പോൾ തല ഞാൻ ഇതേപോലെ ഉരുട്ടി എടുത്തിട്ട് ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ, അതായത് ആമേൻ്റെ തല എന്ന് പറയുന്നത് മുന്നോട്ടേക്ക് ഒരു തള്ളി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഷേപ്പിൽ ഞാനിങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് അവിടെ നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതും സ്റ്റിക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഫെവിക്കോളൊന്നും യൂസ് ചെയ്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തു. ആ ഒരു മുന്നോട്ടേക്ക് കൂർത്ത് നിൽക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കൊക്ക് പോലെ ആക്കിയിട്ടൊക്കെ ഇങ്ങനെ കൂർപ്പിച്ചൊക്കെ കൊടുത്തു. അപ്പോൾ അതങ്ങനെ റെഡിയാക്കി. പിന്നെ ഇത് നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് കുഴിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ കണ്ണിൻ്റെ എടുക്കുക, ഇങ്ങനെ കുഴിച്ച് അവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സെറ്റ് ചെയ്തത് കാലും നമ്മൾ ഇതേപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഉരുട്ടിയിട്ട് ഒന്ന് ചെറിയ രീതിയിലൊന്ന് പരത്തി എടുത്തിട്ട് 2 സൈഡിലും നമ്മൾ കാലും ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു ക്ലേ എന്ന് പറയുന്നത് എയർ ഡ്രൈ ക്ലേ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം കഴിഞ്ഞാൽ മാത്രമേ ഇത് ഡ്രൈ ആവൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ക്ലേ വെച്ചിട്ട് തന്നെയാണ് മുഴുവനായിട്ട് അടിയിലും ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ലാസ്റ്റ് അത് ഒട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ഇത്തിരി ഫെവിക്കോളൊക്കെ ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലത്തെ ആ ഒരു കാലുണ്ടല്ലോ, അപ്പോൾ ആ ഒരു കാലാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടി കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലേ ഉപയോഗിക്കുന്ന ടൈമിൽ ഉറപ്പായിട്ടും ഇത് നമ്മൾ നല്ല ഒരു എയർ ടൈറ്റുള്ളൊരു പാത്രത്തിൽ നമ്മൾ എടുത്തതിൻ്റെ ബാക്കി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വാലും കാലും അതൊക്കെയാണ് സെറ്റ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് ഈ ഒരു ബൾബിൻ്റെ പീസ് തന്നെ വേണമെന്നില്ല, വേറെ എന്തെങ്കിലും റൗണ്ടിൻ്റെ ഹാഫ് റൗണ്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതായത് ഈ ഒരു ഷേപ്പിലുള്ള എന്തെങ്കിലും സംഭവമാണെങ്കിലും ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ആ ഒരു കാലം കൂടെ ഞാൻ ഇതേപോലെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഇതിങ്ങനെ ഒട്ടിക്കുന്ന ടൈമിൽ എന്തായാലും ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുക കേട്ടോ. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ബാക്കിലത്തെ വാലാണ് കേട്ടോ. അപ്പോൾ വാലിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു തുണ്ട് ഞാൻ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വാലും കൂടെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ആമേൻ്റെ ബോഡി പാർട്സും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് ട്രൈ ആവാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇത് വെയിലത്ത് വെക്കുന്നതോ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ വെച്ചാലും ഇത് നല്ല രീതിയിൽ ട്രൈ ആവും. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കുറച്ച് സമയം ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതായിട്ട് ട്രൈ ആയതിനു ശേഷം ഞാൻ ഇതിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോകാനുണ്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്രീൻ കളർ നമ്മൾ ആദ്യം മുഴുവനായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ ആ ഒരു ബൾബിൻ്റെ മേലത്തെ ഈ ഒരു വശം ഉണ്ടല്ലോ, ആ ഒരു ഭാഗമാണ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിനുശേഷം നമ്മുടെ കാലും കൈയും തലയും ഒക്കെ ഈ ഒരു പെയിൻറ്റ് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ബ്ലാക്കൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് മെറ്റാലിക്കിൻ്റെ ആ ഒരു കളർ ടച്ചപ്പും കൂടി ചെയ്ത് കൊടുത്താൽ നല്ലൊരു ലുക്കൊക്കെ കിട്ടും. പക്ഷേ ഇത് നമുക്ക് ഗ്രീൻ കളർ വെച്ച് ചെയ്യുന്ന ടൈമിൽ ഇത്തിരി ഒരു ക്യൂട്ടായിട്ടുള്ള അങ്ങനത്തെ ഒരു സൈസ് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രീൻ കളർ എടുത്തിട്ടുള്ളത്. നമുക്കെപ്പോഴും കുറച്ചും കൂടെ ക്യൂട്ടായിട്ടിരിക്കുന്നത് കാണാനാണല്ലോ ഇഷ്ടം, അതങ്ങനെയാണ് അത് എടുത്തിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ നമ്മൾ നേരത്തെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന അതിൻ്റെ ഒരു കാലുണ്ടായിരുന്നല്ലോ, അത് ജസ്റ്റ് ചെറിയ രീതിയിൽ ഇങ്ങനെ ഇളകി പോന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിന് ശേഷം അത് ഫെവിക്കോൾ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മുഴുവനായിട്ട് ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാനിതിൽ ഒട്ടും വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം അത് നമുക്ക് ഈ ഒരു ക്ലേയിലൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ വെള്ളം ആഡ് ചെയ്യാതെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം ഞാൻ ആക്രിലിക്കിൻ്റെ പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആമേൻ്റെ മേലെ ആ ഒരു തോടിൻ്റെ മേലെ ഉണ്ടായിരുന്ന ഈ ഒരു ഷേപ്പിലുള്ള വരകളുണ്ടല്ലോ, അപ്പോൾ ആ ഒരു വരകൾ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വരക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സ്റ്റക്കായ പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ജസ്റ്റ് സ്റ്റക്കായി കിടക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു ഭാഗങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പം ഞാനിത് ഈ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇതിൻ്റെ മേലെ നല്ല രീതിയിൽ ഇതേപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഈ ഒരു ഷേപ്പ് വരക്കാൻ വേണ്ടിയിട്ട് ഈസിയാണ് കേട്ടോ. ഞാൻ പോയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈസിയിൽ വരക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ആദ്യത്തെ ആ ഒരു ഗ്രീൻ കളർ ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ഇത് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ അതും നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് കണ്ണാണ്. അപ്പോൾ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ജസ്റ്റ് അവിടെ കളർ കൊടുക്കാമെന്നായിരുന്നു, ബ്ലാക്ക് കളർ. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു മുത്തുണ്ടല്ലോ, അപ്പോൾ ആ ഒരു മുത്ത് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഈ ഒരു മുത്തായിരുന്നു, അതായത് ഗോൾഡൻ കളർ ബീഡ്സ് നമ്മൾ ചുരിദാറിലൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ആ ഒരു ബീഡ്സ് 2 കണ്ണിന് ഇടയിട്ട് ഒട്ടിച്ച് കൊടുത്തു. പിന്നെ കാലിൻ്റെ അവിടെയായിട്ട് നമ്മൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തു ജസ്റ്റ്. പിന്നെ തലേൻ്റെ അവിടെയായിട്ടും ഇതേപോലെ ബ്ലാക്ക് കളർ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ കുത്ത് ആയിട്ട് ഇട്ട് കൊടുത്തു. അപ്പം നമ്മുടെ ആമക്കുട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ ഞാനൊന്ന് ട്രൈ ആക്കിയിട്ട് എടുത്തു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു ബൾബ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആമക്കുട്ടൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല ക്യൂട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ക്ലേ ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ ക്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നമ്മൾ വിചാരിച്ചത് പോലെയൊന്നുമില്ല കേട്ടോ, നമുക്ക് നല്ല രീതിയിൽ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ക്ലേയും ആ ഒരു കേടായ ബൾബും കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഇതുപോലെ കേടായ ബൾബും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു സംഭവം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയുള്ള ഈ ഒരു വീഡിയോ. അപ്പോൾ അൽക്കൊലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ അത്രയും ടാറ്റാ, ബൈ ബൈ.